ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് ഹൗസിലെ രാവിലത്തെ അപ്ഡേറ്റില് മുൻഷി രഞ്ജിത്ത് ഒരു റൊമാൻറ്റിക് ലൈൻ വലിക്കുന്നുണ്ട്. നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ. ആരോടാണെന്നുള്ളത് നമുക്കൊരു പിടുത്തവും കിട്ടാത്ത ഒരു അവസ്ഥയായിപ്പോയി രാവിലെ. കാരണം അവിടെ ജിസേൽ ഇരിപ്പുണ്ടായിരുന്നു, ബിൻസി ഇരിപ്പുണ്ടായിരുന്നു, വേറെ കുറെ പേരോട് മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ആരോടാണെന്ന് അറിയത്തില്ല. ഇതിനെയാണോ ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ട ദൈവമേ എന്നൊക്കെ പുള്ളിക്കാരെ കമന്റ് പറഞ്ഞത്. എന്തായാലും ബിൻസി അല്ല. കാരണം ബിൻസി പുള്ളിക്കാരന്റെ മോനുമായിട്ട് അടുത്തടുത്ത് പ്രായമുള്ളതാണ്. മോൻ 2003, ബിൻസി 1999. അപ്പൊ അതാവാനൊന്നും വഴിയില്ല. പക്ഷെ പുള്ളിക്കാരന് പ്രത്യേകിച്ച് ഗെയിം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് പോയി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു ഇന്റർവ്യൂവറിനെ പോലെ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, അവരുടെ അനുഭവങ്ങൾ പങ്കിടുക, അങ്ങനെ ക്യാമറ സ്പേസ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെതായ ഒരു ഗെയിം ഇല്ല. സത്യം പറഞ്ഞാൽ പുള്ളി വേറെ ഏതോ ഒരു സീസണിൽ വരേണ്ട ആളായിരുന്നു, മുന്നത്തെ ഏതോ സീസണിൽ വരേണ്ട ആളായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പോഴത്തെ സീസണിലെ ആൾക്കാരുമായിട്ട് ഒട്ടും ആപ്റ്റ് അല്ലാത്ത ഒരു ഗെയിമറാണ് പുള്ളിക്കാരൻ. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ കുറിച്ച് പുള്ളിക്കാരന് വലിയ അഭിപ്രായമൊന്നുമില്ല. അതെപ്പോഴും ഒരു വ്യത്യാസപ്പെടുത്തി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ജെൻസികളെ ഇഷ്ടമല്ല, അതായത് റെനയെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല. റെനയുടെ ആ ഒരു ഗ്യാങ്ങിലുള്ള ആ ഒരു ചെറിയ പിള്ളേരെ ഒന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഇന്നും കൂടെ സംസാരിക്കുന്നുണ്ട് ജെൻസികളെ കുറിച്ച്. പുള്ളിക്കാരൻ അങ്ങനെ അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയെ വെച്ച് താരതമ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ പുള്ളിക്കാരൻ ഉടനെ ഒരു 2 വീക്കൊക്കെ ചിലപ്പോൾ നിൽക്കുള്ളായിരിക്കും. കാരണം നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ കമന്റ് ബോക്സിൽ ആളുകൾക്ക് പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആണെന്നുള്ളൊരു അഭിപ്രായം ഇല്ല. നമ്മുടെ ജയിലിൽ കിടക്കുന്ന 2 പേര്, അതിൽ ഈ ശരത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരത്തിന് ഇപ്പം പിന്നെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് ആണുങ്ങളുടെ ഇടയ്ക്ക് പോയി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതവിടെ പൊളിഞ്ഞിപ്പോ ഷാനവാസ് നമ്മുടെ ക്യാപ്റ്റൻസി കിട്ടുകയും ചെയ്തു. ആണുങ്ങളെല്ലാം കൂട്ടുപിടിച്ച് ലേഡീസിനെതിരെ ഒരു കളി നോക്കി, അത് നടന്നില്ല. പിന്നെ ലേഡീസിനെ കൂട്ടുപിടിച്ച് ആണുങ്ങളുടെ ഇടയിൽ കുറെ പേരെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി, അതും പൊളിഞ്ഞു. ലാസ്റ്റ് പുള്ളിക്കാരൻ ജയിലിലായി. പുള്ളിക്കാരൻ ഇനിയിപ്പോ ഒരു ഒച്ച വെക്കണമെങ്കിൽ ആകെപ്പാടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ അനീഷ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആൾക്കാർക്ക് ആർക്കും കണ്ടന്റ് ഇല്ല. അനീഷിന്റെ മണ്ടയ്ക്ക് കയറണം. അനീഷ് അതിനുള്ള സാധനം എന്തെങ്കിലുമൊക്കെ രാവിലെ ഇട്ട് കൊടുക്കും. പുള്ളി രാത്രി ടോയ്ലറ്റിൽ പോകാൻ കൊടുത്ത സമയം ദുർവിനിയോഗപ്പെടുത്തുകയും ചെയ്തു, ഈ ശരത്തും അനുവും കൂടി. അത് അനീഷ് കുറെ പിന്നെ അവർക്ക് ഈ ടോയ്ലറ്റിൽ പോകാനുള്ള അവസരം കുറെ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് കണ്ടാൽ ഒരു കുറച്ച് വിഷമം തോന്നും. ആള് ചൊറിയനാന്ന് പറഞ്ഞാലും അവരോട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആ ആള് വന്ന് ചോദിക്കുന്നിടം വരെയും ഇവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. വന്ന് ചോദിക്കുമ്പോൾ അയാളുമായിട്ട് ഉടക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ കയ്യിലാണ് ഈ ബാത്റൂം പിന്നെ ഈ ജയിലിലെ കീ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരെ തുറന്നു കൊടുക്കാതെ ഇവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. പുള്ളിക്കാരനെ കാണുന്നതിനും വരെ ഇവർക്ക് അത്യാവശ്യം ബാത്റൂമിൽ പോകണമെന്ന് ബഹളം വെച്ചിട്ട് അനീഷ് വന്ന ഉടനെ അനീഷിനോട് ബഹളം വെക്കാൻ തുടങ്ങി. അനീഷ് പിന്നെ കിട്ടിയ ചാൻസിൽ അതിന്റെ ബാക്കി പറയാൻ തുടങ്ങി. നിർദ്ദേശം പറയാനായിട്ട് ജയിലിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ശരത്ത് ആവശ്യമില്ലാതെ അയാൾ ആട്ടി പായിക്കുന്നുണ്ട്. പോടാന്ന് പറഞ്ഞ് ശരിക്കും ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യവും അത് ആർട്ടിസ്റ്റുകൾ ഇതിന്റെ ഇടയിലോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. ശരത്തിന് എന്നാന്ന് വെച്ചാൽ വേറെ കണ്ടന്റ് ഇല്ല. അതുപോലെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെലിവിഷൻ പ്രേക്ഷകരുടെ വോട്ട് കിട്ടണം. അതിനുവേണ്ടി ഇത് മൊത്തം ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമാണ്. പിന്നെ മുഴുവൻ ആർട്ടിസ്റ്റുകളെയും അനീഷ് ഇവിടെ അപമാനിക്കുന്നുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കുറെ പാടുപെടുന്നുണ്ട് ശരത്ത്. അനു ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോകാൻ കൊടുത്ത അവസരത്തിൽ അത് മാക്സിമം അവിടെ തന്നെ നിന്ന് സമയം കളയാനായിട്ട് നോക്കി. അത് അനീഷ് ചോദ്യം ചെയ്തപ്പോൾ അനീഷിനെ അടിക്കാനായിട്ട് അനു പലവട്ടം ഓങ്ങി. അത് ഭയങ്കര മോശമാണ്. ഒരു ക്യാപ്റ്റനോടും നല്ല ഒരു വ്യക്തിയോടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ അടിക്കാൻ ഓങ്ങുന്നതായിട്ട് ഒത്തിരി തവണ കാണാനിടയായി. അഭിലാഷ് ഭയങ്കര ഡൗൺ ആയ പോലെ തോന്നുന്നു. ഇന്നലെ നവീന്റെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബെൻസി കുറെ ആവശ്യമില്ലാത്ത കമന്റ്സ് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി. നമുക്ക് എല്ലാവർക്കും നവീൻ അത്യാവശ്യം നല്ല ഗെയിമറുമാണ്, നല്ല എന്റർടൈനറുമാണ്, ആരെയും അധികം വെറുപ്പിക്കാതെ പോകുന്ന ഒരു മനുഷ്യനും കൂടാണ്. പുള്ളിക്കാരന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്ത് ബെൻസി കുറെ അവിടെ ഷൈൻ ചെയ്തു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. ബെൻസി കുറച്ച് ഓവറായിരുന്നു ഇന്നലെ, അത് പറയാതിരിക്കാനായിട്ട് പറ്റിയല്ല. പിന്നെ നമ്മുടെ രേണു പിന്നെ മെന്റലിസ്റ്റിന്റെ സഹായത്തോടെ സുധിച്ചേട്ടനെ നേരിട്ട് കണ്ട കഥയൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. രേണുവിന്റെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെന്തോ കംപ്ലൈന്റ് വരിട്ട് മുടി ഊരി പോകും, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് രേണു പറയുന്നത് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ആണുങ്ങൾക്കൊന്നും ഇപ്പൊ ഗെയിം ഇല്ല. ആണുങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആളെന്ന് പറഞ്ഞാൽ ഒന്ന് അനീഷായിരുന്നു ആദ്യമേ. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിന്നെ ഷാനവാസിലേക്ക് കടന്നു. ഷാനവാസിനെ ഹീറോ ആക്കാൻ വിടില്ല. ഷാനവാസ് ഷൈൻ ചെയ്യുന്ന ഒരു തോന്നൽ വന്നിട്ട് ഇവര് ഒരുമാതിരി നല്ലതായിട്ട് കളിച്ചോണ്ടിരുന്നവർ അഭിലാഷും അക്ബറും ഒക്കെ നല്ല ഗെയിമേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവർക്ക് ഇവരുടെ വില അറിയത്തില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറയുന്ന പോലെ ഇവര് പോയി ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തു. ശരത് അവിടെ ഇവിടെയും കിടന്ന് കളിച്ചു. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവരെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച നല്ല സൂപ്പർ ഗെയിമേഴ്സ് ആയിരുന്നു. പക്ഷെ എല്ലാം കുളവാക്കി. ഇനി മുന്നോട്ടൊരു വൈൽഡ് കാർഡ് എൻട്രി ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അനക്കം വരുമെന്ന്. കാരണം എല്ലാവരുടെയും ആവനാഴിയിലെ അമ്പൊക്കെ അവസാനിച്ച പോലെയാണ് ഒരു സിറ്റുവേഷൻ ഇപ്പം. എന്തായാലും നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.